എടാ പിള്ളേരെ, അപ്പോൾ എല്ലാവർക്കും പ്ലസ് 1 കെമിസ്ട്രി എക്സാം കഴിഞ്ഞു. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രൊഡക്റ്റ് ചെയ്തായിരുന്നു, കുറേ ക്വസ്റ്റ്യൻസ് എടുത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നു എന്ന് കേട്ടു, വളരെ സന്തോഷമുണ്ട്. അപ്പം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാലും വന്ന മെയിൻ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തോന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്ത കുറേ ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ പ്രഡിക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏതോ വീഡിയോയിൽ കിടപ്പുണ്ട്, എനിക്കറിയത്തില്ല. അപ്പോൾ അതും ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, എളുപ്പം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറയുക. മാക്സിമം ചാനൽ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും കാണട്ടെ. കാരണം മാക്സിമം ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് പ്രഡിക്റ്റ് ചെയ്യുന്ന മാത്രമേ 49 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അറൗണ്ട് ഒരു 40-49 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ഈസി ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ ചാനൽ ഇനിയും പല കുട്ടികളിലും എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഈ ടോപ്പിക്കുകൾ ഇനിയുള്ള സബ്ജക്റ്റും ഇട്ട് തരുന്നതായിരിക്കും. ഫിസിക്സ് ഇപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഫുൾ മാർക്ക് ടോപ്പിക്ക് എല്ലാം നന്നായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്ലസ് 1 കെമിസ്ട്രി ക്വസ്റ്റനിൽ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തതിൽ വന്ന മെയിൻ ക്വസ്റ്റ്യൻസിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ നിങ്ങൾ എഴുതിയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഹോമോജീനിയസും ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം ഉണ്ട്, വളരെ സിമ്പിൾ ആണ്. അതിന്റെ എക്സാമ്പിൾ ചിലപ്പോൾ ഡിഫൈൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം വിത്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. 2 × 10⁻³ at a given time the composition of the reaction mixture is a microscope using a suitable photon is employed to locate an electron in an atom within a distance of 0.1 angstrom. What is the uncertainty involved? സാഹോസ് ന്യൂമാൻ ഏതെങ്കിലും ഒരെണ്ണം വരയ്ക്കാൻ ചോദിക്കും. കൺഫർമേഷൻ ഓഫ് ആൽക്കൈൽ, ലസൈൻസ് ടെസ്റ്റ്, ഇതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലസൈൻസ് ടെസ്റ്റിൽ നൈട്രജൻ, ഹാലജൻ, സൾഫർ, ഫോസ്ഫറസ് ഇവർക്ക് വേണ്ടിയാണ്. അതിൽ സൾഫറോ ഹാലജനോ ആയിരിക്കും നാളെ ചോദിക്കുന്നത്. സ്ഥിരം നൈട്രജനെ കുറിച്ചാണ് ചോദിക്കുന്നത്, അത് സൾഫറോ ഹാലജനോ ചോദിക്കാം. ബെൻസീൻ എല്ലാ റിയാക്ഷൻ രാവിലെ നോക്കിയിരിക്കണം. 100% പർപ്പസ് സൊല്യൂഷൻ വിത്ത് എക്സാം അടക്കം തന്നെ പഠിച്ചിട്ട് പോകണം. നമ്മള് ഒന്നുമില്ല പിള്ളേരെ, IUPAC നെയിമിംഗ് അത് പഠിക്കാം. എക്സാമിന് ചോദിക്കും. ഞാൻ വീഡിയോ വെടിക്കെട്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇനിയും ഇട്ട് തരും. അവൻ പഠിക്കാം. IUPAC ഒരു ക്വസ്റ്റ്യൻ കിട്ടും, അവന്റെ കൂടെ ഐസോമെർസിനെ മറക്കരുത്, അവനെയും പഠിക്കാം. നന്നായിട്ട് എക്സാം കിട്ടും, എക്സാമിന് ചോദ്യം കിട്ടും. IUPAC നെയിമിങ്ങോ ഐസോമെർസോ പഠിച്ചു വയ്ക്കാം. ആൽക്കീനിൽ നിങ്ങൾ ഓർത്തനോളിസിസ് പഠിക്കാം, മാർക്കോ നിക്കോ റൂൾ പഠിക്കാം. Then ionization energy, electron affinity, electron negativity trends, ഗ്രൂപ്പിലും പീരിയഡിലും എങ്ങനെ വേരി ചെയ്യും. ഓഫ് കോഴ്സ് ionization energy തന്നെയാണ് ഇമ്പോർട്ടന്റ്. ചിലപ്പോൾ എക്സാമിന് ഗ്രാഫ് തന്നിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറയും, പഠിച്ചു വരിക. ഈ നിയോൺ എന്ന് പറഞ്ഞ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ, ഒരു മോളിക്യൂൾ തന്നിട്ട് എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ MO കോൺഫിഗറേഷൻ കണ്ടുപിടിക്കുക, എന്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല, അത് പഠിച്ചു കൊടുക്കുക. കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് റെഡോക്സ് റിയാക്ഷനിലെ ബാലൻസിങ് ചോദിക്കുന്നില്ല, പക്ഷെ സ്റ്റിൽ അത് മൈ പ്രഡിക്ഷൻ ആണ്. ബാലൻസിങ് ഏതെങ്കിലും ഒരു മെത്തേഡിൽ ക്വസ്റ്റ്യൻസ് ബാലൻസ് ചെയ്യാൻ ചോദിക്കുക. പിന്നെ അതിൽ ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞു നിർത്തട്ടെ, ബോണ്ട് ഹാവർ സൈക്കിൾ പഠിച്ചിട്ട് പോണേ. നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയാണ്. ഇതിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമില്ല, ഒന്ന് അതും കൂടെ എന്ത് ചെയ്യാൻ നോക്കിയിട്ട് പോകും.